ഹൗ ടു ബി സ്ട്രോങ്ങർ എന്നുള്ളൊരു സംഭവമാണ്. യോ ഹലോ എവരിബഡി. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഹൗ ടു ഹാവ് എ സ്ട്രോങ്ങർ മൈൻഡ് സെറ്റ്. എന്നൊരു സംഭവത്തെക്കുറിച്ചാണ്. സോ നമ്മൾ പലപ്പോഴും ഈ മൈൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങോട്ടാണ് തൊടുന്നത്? നമ്മുടെ ആ ഒരു ചെസ്റ്റിൻ്റെ ഭാഗത്താണ് ശരിക്കും നമ്മൾ തൊടുന്നത്, അല്ലേ? ഇപ്പം ഇതാണൊരു മനുഷ്യനെങ്കിൽ നമ്മൾ മനസ്സെന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങോട്ടാണ് തൊടുന്നത്. അതെന്തുകൊണ്ടാണ് ഇങ്ങോട്ട് തൊടുന്നത്? അവിടെ എന്തെങ്കിലും ഇരിക്കുന്നുണ്ടോ? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എല്ലാ ഫങ്ഷൻസും നടക്കുന്ന ഈ ഒരു സംഭവത്തിലാണ് നമ്മുടെ എല്ലാ സംഭവങ്ങളും നടക്കുന്നത്, അല്ലേ? ബ്രെയിൻ. അവിടാണ് എല്ലാ പ്രോസസ്സിങ്ങും. ഇങ്ങനൊരു സാധനം കാണും ബ്രെയിന്. അവിടാണ് ഇങ്ങനെ ഇപ്പം കുറേ ചിന്തിക്കുവാണെങ്കിൽ ഇങ്ങനെ പോകുകയും ഇവിടെ ചൂട് കാറ്റൊക്കെ വരും. ജസ്റ്റ് കിഡിങ്. ജെ കെ. അന്നേരം ബ്രെയിനിലാണ് സംഭവം എല്ലാം അത്യാവശ്യം നടക്കുന്നത്. പിന്നെ നമ്മൾ എന്തിനാണ് ഈ സംഭവത്തിൽ നമ്മൾ തൊടുന്നത്? സോ അതിന് കാരണം എന്ന് പറയുന്നത് മിക്കവാറും ആ ഒരു ചെസ്റ്റിൻ്റെ ഏരിയയാണ് നമുക്ക് വളരെ സെൻസിറ്റീവ്. നമ്മളിപ്പം ചെസ്റ്റിൻ്റെ ഏരിയ നമ്മൾ തൊടുകയാണെങ്കിൽ നമുക്കെന്താണ് ഇപ്പം 3 Idiots ഇല്ലേ നമ്മുടെ ഫിലിം, നമ്മുടെ അമീർ ഖാൻ്റെ പടം. അതിനകത്ത് ഓൾ ഈസ് വെൽ പറയുന്നത് എങ്ങനെയാണ്? നമ്മുടെ ആ ചെസ്റ്റിൻ്റെ ഭാഗത്ത് ഇങ്ങനെ കുറേ വട്ടം തൊട്ടിട്ട് ഓൾ ഈസ് വെൽ എന്ന് പറയുന്നത്. അന്നേരം വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു പാർട്ടാണ് നമ്മുടെ ചെസ്റ്റ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും പെട്ടെന്ന് കുറച്ചും കൂടെ വേറെ പല ഭാഗത്ത് തൊടുന്നതിനെ കാട്ടി. സോ അതാണ് മൈൻഡ്. സോ മൈൻഡ് എന്ന് പറയുന്നത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഈ ബ്രെയിൻ, അതായത് ഈ തലയുടെ അവിടെ ആയിട്ടാണ് എല്ലാ പരിപാടികളും നടക്കുന്നത്. സോ അന്നേരം നമ്മുടെ തിങ്കിങ് പാറ്റേൺസ് നമ്മൾ മാറ്റണം. പിന്നെന്ത് മാറ്റണം? പിന്നെ നമ്മുടെ ബോഡി എനർജി നമ്മൾ ചെക്കൗട്ട് ചെയ്യണം. ദെൻ നമ്മുടെ സോഷ്യൽ ലൈഫ്. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഒരു സ്ട്രോങ്ങർ മൈൻഡ് സെറ്റ് നമുക്ക് വേണമെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ. ഈ തിങ്കിങ് പാറ്റേൺ എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു നെഗറ്റീവ് ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ വന്നു, നമ്മൾ അതിനെ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, ആ ഒരു സംഭവങ്ങളൊക്കെയാണ് ഒരു ഹൗ വി റിയാക്ട്. നെഗറ്റീവ് ഇപ്പം ബോഡി എനർജി, ആ ഒരു സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എനർജി ഉണ്ടെങ്കിലേ നമുക്ക് മര്യാദയ്ക്ക് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. അത് വളരെ സത്യമായിട്ടുള്ളൊരു സാധനമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം, നമുക്ക് ഒട്ടും എനർജി ഇല്ലാതെ നമ്മൾ എവിടെയെങ്കിലും പോയി കിടക്കുകയാണെങ്കിൽ നമുക്കൊരു ഉന്മേഷവും കാണത്തില്ല. നമ്മൾ വളരെ ഡൗൺ ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ അതിൻ്റെ മുന്നിൽ പോകത്തില്ലല്ലോ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കത്തില്ല, നമ്മൾ ഉറങ്ങിപ്പോകും. പിന്നുള്ളതാണ് നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ. അവർ നമ്മളെ മോട്ടിവേറ്റ് ആണോ അതോ ഒരു കൺസ്ട്രക്റ്റീവായിട്ടുള്ളൊരു സംഭവമാണോ അവർ നമുക്ക് തരുന്നത് എന്നുള്ളതും കൂടെ നമ്മൾ നോട്ട് ചെയ്യണം. സോ ഈ തിങ്കിങ് പാറ്റേൺസ് എന്ന് പറയുന്ന സംഭവം, അതായത് നമ്മൾ ചിന്തിക്കുന്ന രീതി എങ്ങനെയാണ്, അതെന്താണെന്ന് അത്
ഒത്തിരി പാറ്റേൺസ് ഉണ്ട് നമ്മൾ നെറ്റിൽ നോക്കുകയാണെങ്കിൽ. സോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാറ്റേണെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആ ഒരു പാറ്റേൺ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നമ്മൾ സെറ്റായി എന്ന് വേണം പറയാൻ. ഓക്കെ, സോ ആ ഒരു പാറ്റേൺ ആണ് അമർ ഫാത്തി. ഇതെന്ന് പറയുന്ന ഒരു ഗ്രീക്ക് ഫിലോസഫർ ജൂലിയസ് സീസർ എഴുതിയൊരു ബുക്കുണ്ട്, മെഡിറ്റേഷൻസ് എന്ന് പറയുന്നത്. അതായത് പുള്ളി ഒരു റൂളറായിരുന്നു ആൻഡ് ഹീ വളരെ നല്ലതുപോലെ ഭരിച്ചിരുന്ന ഒരാളായിരുന്നു. സോ പുള്ളിയുടെ ഒരു അനുഭവത്തിൻ്റെ ഒക്കെ ഒരു ഇതിൽ വെച്ച് പുള്ളി തന്നെ എഴുതിയൊരു പുസ്തകമാണ്. സോ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് പറയുന്നതാണ്. സോ അമർ ഫാത്തി എന്ന് പറയുന്നൊരു സോ ഈ തിങ്കിങ് പാറ്റേൺസ് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ തിങ്കിങ് പാറ്റേൺസ് ഉണ്ട് നമുക്ക് നെറ്റിൽ അവൈലബിൾ. സോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാറ്റേൺ ആണ് സ്റ്റോയിസം. ഈ സ്റ്റോയിക്കായിട്ടുള്ള ഒരാളെന്ന് പറയുന്നത് അവരുടെ ഇമോഷൻസിനെയും അവരുടെ ബോഡിയെയും എല്ലാം അവരുടെ കയ്യിൽ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു മനുഷ്യനാണ് സ്റ്റോയിക്ക് എന്ന് പറയുന്നത്. കൺട്രോൾ ഇമോഷൻസ് ആൻഡ് അത് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ഈ ലോകത്ത് പറ്റത്തുള്ളൂ. സോ സ്റ്റോയിസത്തിൻ്റെ 4 സാധനങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്, പാറ്റേൺ, അതായത് നമ്മളുടെ ജീവിതത്തിൽ. ഒന്നെന്ന് പറയുന്നതാണ് അമർ ഫാത്തി. സോ നിങ്ങൾ ഈ വേർഡ്സ് ഒന്നും കണ്ട് പേടിക്കണ്ട, ഞാനതെന്താണെന്ന് വളരെ ഈസി ആയിട്ട് പറയാം. അമർ ഫാത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് ലവ്, ആ ഒരു സംഭവമാണ്. അതായത് ഐ വിൽ അക്സെപ്റ്റ് ആൻഡ് ലവ് മൈ ഫേറ്റ് നോ മാറ്റർ വാട്ട് ഇറ്റ് ഈസ്. സോ അക്സെപ്റ്റ് ചെയ്യുക. അതായത് ഇപ്പം എന്തൊരു സാധനം വന്നു കഴിഞ്ഞാൽ നെഗറ്റീവായാലും പോസിറ്റീവായാലും എന്ത് സാധനമാണെങ്കിലും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. അക്സെപ്റ്റ് യുവർ ഫേറ്റ് ആൻഡ് ലവ് ഇറ്റ്. നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അതിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല വേണ്ടത്, നിങ്ങളതിനെ അക്സെപ്റ്റ് ചെയ്ത് നിങ്ങളതിനെ ഇഷ്ടപ്പെടുക. ഓക്കെ, ഇതിപ്പം നമ്മളിപ്പം നോക്കുകയാണെങ്കിൽ ഇത് ഫേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കൽ പോലും മാറ്റാൻ പറ്റാത്തൊരു കാര്യത്തിനെയാണ് ഫേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇപ്പം നിങ്ങൾക്ക് മെഡിസിന് പോകായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാം. ഓക്കെ, വിധി എന്ന് പറയുന്നത് എന്താണ്? വിധി എന്ന് പറയുന്നത് ഇപ്പം നിൻ്റെ വിധിയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അത് നിങ്ങൾക്ക് മാറ്റാൻ പറ്റത്തില്ല, നിങ്ങളുടെ കൺട്രോളിലല്ല അതുള്ളത്. ആ ഒരു കാര്യത്തിനെയാണ് ഇപ്പം പറയുന്നത്. അല്ലാതെ എന്ത് വന്നു കഴിഞ്ഞാലും എന്നാൽ പിന്നെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ ആണെങ്കിൽ ഒരാൾ കുറച്ച് പൈസ മോഷ്ടിച്ചുകൊണ്ട് പോയി, അന്നേരം അയ്യോ ഐ അക്സെപ്റ്റ് ദാറ്റ്, ഐ ലവ് ദാറ്റ്, അവൻ പോയി രക്ഷപ്പെടട്ടെ, അങ്ങനെയുള്ളൊരു പരിപാടിയല്ല കേട്ടോ. അത് നിങ്ങൾക്ക് പോലീസിൽ പറയാം, നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ. അതേസമയം നിങ്ങൾ ഫേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്തൊന്നും ചെയ്യാൻ ഇനി പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ എന്താണ്, നിങ്ങളൊരു പരീക്ഷയ്ക്ക് തോറ്റുപോയി, അല്ലെങ്കിൽ നിങ്ങളുടെ ലാസ്റ്റ് ചാൻസ് സിവിൽ സർവീസ് എഴുതേണ്ട ലാസ്റ്റ് ചാൻസ് ആയിരുന്നു, അതിൽ നിങ്ങൾക്ക് കിട്ടിയില്ല. സോ ഇനിയൊരു ചാൻസ് ഇല്ല. സോ അന്നേരം യു ഷുഡ് അക്സെപ്റ്റ് ദാറ്റ് ആൻഡ് യു ഷുഡ് ലവ് ദാറ്റ്. ഓക്കെ, അന്നേരം അതാണ് അമർ ഫാത്തി. അന്നേരം നമുക്ക് ഇവിടെ ഒരു ലവിൻ്റെ ചിഹ്നം കൊടുക്കാം. ഓക്കെ, നിങ്ങളതിനെ ഇഷ്ടപ്പെടുക. ഇനിയുള്ളൊരു സംഭവമാണ് മൊമെൻറ്റോ മോറി. ഈ ഒരു സംഭവം എന്ന് പറയുന്നത് കുറച്ച് ഡാർക്കാണ്. അതായത്
ഇതെന്ന് പറയുന്നത് ഐ വിൽ ഡൈ വൺ ഡേ, ദർ ഈസ് നോ ടൈം ടു വേസ്റ്റ്. ഐ വിൽ ഡൈ വൺ ഡേ. There is no time to waste. ആ ഒരു പരിപാടിയാണ് ഇതിനകത്ത് വരുന്നത്. അതായത് നിങ്ങൾ എന്തായാലും ഒരിക്കൽ മരിക്കും, അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ള എല്ലാം സമയം വേസ്റ്റാകാതെ നിങ്ങൾ ചെയ്യുക. സോ ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ സ്റ്റീവ് ജോബ്സ് അണ്ണൻ ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. സോ സ്റ്റീവ് ജോബ്സ് അണ്ണനെ നമുക്ക് അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. ആ പുള്ളിക്കാരനാണ് ആപ്പിൾ കമ്പനിയുടെ ആപ്പിൾ വരയ്ക്കാനാണ് ഉദ്ദേശിച്ചത്. സോ ഇതൊരു ആപ്പിളാണെന്നങ്ങ് ഇതൊരു ആപ്പിളാണെന്നങ്ങ് വിചാരിക്കുക കേട്ടോ. ഓക്കെ, സോ അന്നേരം നമ്മുടെ സ്റ്റീവ് ജോബ്സ് അണ്ണനാണ് ആപ്പിൾ കമ്പനി റണ്ണ് ചെയ്തത്. ഇപ്പോൾ പുള്ളിക്കാരൻ പറയുന്നത് എല്ലാ ദിവസവും പുള്ളിക്കാരൻ കണ്ണാടിയുടെ മുന്നിൽ വന്നിട്ട് ഇത് പറയുമായിരുന്നെന്നാണ് പറയുന്നത്, ഞാൻ ഇന്ന് മരിച്ചു പോയാൽ ഞാൻ എന്ത് ചെയ്യും. സോ അന്നേരം പുള്ളി അതെല്ലാം അങ്ങനെ ഒരു പേടി വെച്ച് പുള്ളി മരിച്ചു പോയാൽ എന്തോ, അതുകൊണ്ട് പുള്ളി എല്ലാം ഇന്നാണ് എൻ്റെ ലാസ്റ്റ് ദിവസം, ഞാൻ എന്തൊക്കെ ചെയ്യും, അങ്ങനെയുള്ളൊരു സംഭവത്തിലായിരുന്നു പുള്ളി പോയിക്കൊണ്ടിരുന്നത് എല്ലാ ദിവസവും രാവിലെ വന്ന് നോക്കിയിട്ട്. ഓക്കെ, സോ നമ്മൾ അമർ ഫത്തി പഠിച്ചു, 2 മൊമെൻ്റോ മോറി. 3 എന്ന് പറയുന്നതാണ് പ്രീ മെഡിറ്റാഷിയോ മലോറം. സോ ഇതും വലിയതായിട്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ഇത് പറയുന്നത് ഐ വിൽ ഫേസ് ഹാർഡ് ടൈംസ്, മൈ മൈൻഡ് മസ്റ്റ് ബി പ്രിപ്പയർഡ്. ഐ വിൽ ഫേസ് hard times, my mind will be must be prepared. ആ ഒരു പരിപാടിയാണ്. അതായത് നമ്മുടെ ലൈഫിൽ ഇഷ്ടം പോലെ കഷ്ടതകളും ഇതൊക്കെ വരും, നമ്മൾ പ്രിപ്പയർഡായിട്ട് തന്നെ ഇരിക്കുക. അത് വരുന്നുണ്ടെങ്കിലും നമുക്കൊരു അപ്രിയ സത്യം, അതായത് നമുക്കത് ആ സത്യം നമുക്ക് ഒരിക്കൽ പോലും പ്രിയപ്പെട്ടതല്ല. ബട്ട് നമ്മൾ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കുക, എൻ്റെ പൊന്നു മനസ്സേ, യു ഷുഡ് ബി സ്ട്രോങ്ങർ, ഇങ്ങനെ കുഞ്ഞൊന്നും ആയാൽ പോരാ, യു ഷുഡ് ബി സ്ട്രോങ്ങർ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ഇത് കിട്ടും. അതായത് ശരിക്കും നമ്മുടെ ഈ ഒരു പരിപാടിയാണെന്ത്, ഈ ഒരു പരിപാടിയുടെ ഒരു ചെറിയ വേർഷനാണ് നമ്മുടെ 3 Idiots ഓൾ ഈസ് വെൽ പറയുന്നത്. അതിനകത്ത് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നു. നമ്മളുടെ മൈൻഡിനെ നമ്മൾ പറ്റിപ്പിക്കുകയാണല്ലേ. അതേസമയം ഇത് പരിപാടി കുറച്ചും കൂടെ ഒരു സിമ്പിൾ സാധനമാണ്. ബട്ട് നമ്മളിങ്ങനെ എപ്പോഴും പറ്റിച്ച് നമ്മളൊരു മണ്ടനായി പോകുന്നുള്ള അല്ലേ ഒരു സത്യം. അതായത് ഇപ്പം തന്നെ പരീക്ഷയ്ക്ക് നമ്മൾ തോറ്റു, നമ്മൾ പറയുകയാണ് പൊന്ന് മൈൻഡേ കുഴപ്പമില്ല, ഓൾ ഈസ് വെൽ. ശരിക്കും അതാണോ സത്യം? പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ ഇഷ്ടം അനുസരിച്ച് നമ്മളുടെ ഹാർഡ് വർക്ക് ചെയ്തില്ലെങ്കിൽ നമ്മളവിടെ ഇറ വരച്ചിരിക്കത്തേ ഉള്ളൂ. സോ കുറച്ച് അത് ഒരു ലൈറ്റ് വേർഷൻ കൊടുക്കുകയാണ് അവിടെ ചെയ്യുന്നത്. സോ ബട്ട് എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ സാധനമാണ്. സോ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട ഐ വിൽ ഫേസ് ഹാർഡ് ടൈംസ്, മൈ മൈൻഡ് മസ്റ്റ് ബി പ്രിപ്പയർഡ്, കുറച്ചും കൂടെ ബി സ്ട്രോങ്ങർ, ആ ഒരു പരിപാടിയാണ്. ഓക്കെ, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കാം. വളരെ സിമ്പിളായിട്ടൊക്കെ എടുക്കുന്നവർക്ക് ഓൾ ഈസ് വെൽ, അത് മതിയായിരിക്കും. ഓക്കെ, പിന്നുള്ളൊരു പരിപാടിയാണ് എന്ത്, സമ്മം പോണം. സോ ഈ പരിപാടി എന്ന് പറയുന്നത് ഒരു ഫിലോസഫിയാണ്. അതായത് മൈ ഫോക്കസ് must always be on the ultimate good acting virtuously. സോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫോക്കസ് എപ്പോഴും എല്ലാ
നല്ലതിന് വേണ്ടി ആയിരിക്കണം. സോ നമ്മുടെ കൃഷ്ണൻ പറയുന്നതിൻ്റെ ഉൾട്ട് കള്ളം പറയുന്നത് നന്മയിലേക്ക് നയിക്കുന്നുണ്ടെങ്കിൽ കള്ളം പറയുക എന്നുള്ളൊരു ഫിലോസഫിയാണ് കൃഷ്ണൻ ഫോളോ ചെയ്യുന്നത്. ഞാനതിന് ഒന്നും പറയുന്നില്ല, ശരിയാണോ തെറ്റാണോ ഒന്നും പറയുന്നില്ല. ബട്ട് അൾട്ടിമേറ്റ് ഗുഡ് എന്ന് പറയുന്നൊരു സംഭവത്തിന് വേണ്ടി ആയിരിക്കണം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും. ഓക്കെ, ഈ ഇത്രയും കാര്യങ്ങളാണ് സ്റ്റോയിസത്തിൽ. ഇതിലും കൂടുതൽ കാര്യങ്ങളുണ്ട്. മെയിൻ കാര്യങ്ങൾ ഈ 4 കാര്യങ്ങളാണ്. ഇതൊരു തിങ്കിങ് പാറ്റേൺ ആയിട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ യു ഷുഡ് ബി സോ മച്ച് സ്ട്രോങ്ങർ. നിങ്ങൾക്കിങ്ങനെ വിഷമിച്ചിരിക്കാനൊന്നും സമയം കാണത്തില്ല. യു ഷുഡ് ബി മച്ച് സ്ട്രോങ്ങർ, യു ഷുഡ് ബി സോ ഗുഡ്. നിങ്ങളൊരു സിഗ്മ ഒരു സംഭവമൊക്കെ ആകുന്നതായിരിക്കും. ഓക്കെ, പിന്നുള്ളതാണ് ബോഡി എനർജി. ഇതെല്ലാം ഉണ്ടെങ്കിലും നമുക്ക് ബോഡി എനർജി ഇല്ലെങ്കിൽ നമ്മൾ വെറും ഡെഡ് ബോഡിയാണ്, ശവമാണ്. ഓക്കെ, സോ ബോഡി എനർജിക്ക് വേണ്ടി നമ്മൾക്ക് ഇതെല്ലാം പ്രവർത്തിക്കുന്നത് ഇവിടെ നമ്മുടെ ബ്രെയിനിലാണല്ലേ. അപ്പം ഇതാണ് മനുഷ്യനെങ്കിൽ ഇവിടാണ് ഇതെല്ലാം ഇരുന്ന് പ്രവർത്തിക്കുന്നത്. സോ ഇരുന്ന് വർക്ക് ചെയ്യുന്നത് ഈ ഒരു പരുവത്തിലാണ്. സോ ഇവിടുന്ന് ഈ ബ്രെയിന് വർക്ക് ചെയ്യാൻ ഇത്ര ജൂൾസ് ഓഫ് എനർജി വേണമെന്നുണ്ട്. സോ അതിന് അന്നേരം നമുക്ക് എനർജി ഇല്ലെങ്കിൽ ഈ പരിപാടി ഒന്നും നമുക്ക് ഓർത്തെടുക്കാൻ എനർജി വേണം, നമ്മൾ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ എനർജി വേണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, സോ അതിന് ഉള്ളൊരു പരിപാടിയാണ് സൺലൈറ്റ്. നല്ലൊരു ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത്, ഫുഡ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ശരിക്കും ഉള്ളത്? പ്രോട്ടീനുണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, ഫാറ്റുണ്ട്, മിനറൽസ് ഉണ്ട്. സോ നിങ്ങൾ അതിനെ ഒരു സ്ട്രക്ചേർഡായിട്ട് കണ്ട് എന്താണ് ബോഡിക്ക് കൊടുക്കേണ്ടുന്നതെന്ന് ഒരു ചാർട്ടൊക്കെ ഉണ്ടാക്കി ചെയ്യുക. സോ എന്നെങ്കിൽ മാത്രമേ ആ എനർജിയൊക്കെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, സോ അങ്ങനെ ചെയ്യുക. അന്നേരം കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആകും. നിങ്ങൾക്ക് ബോഡിക്ക് എന്തൊക്കെയാണ് വേണ്ടുന്നത് അതൊക്കെ മനസ്സിലാകും. പിന്നെ മോർ ഇമ്പോർട്ടൻറ്റ് സ്ലീപ്പ്. നമുക്ക് നന്നായിട്ട് സ്ലീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക, ഇല്ലെങ്കിൽ പോയി ഡോക്ടറിനെയൊക്കെ കാണേണ്ടി വരും കേട്ടോ. ഇനിയുള്ളതാണ് സോഷ്യൽ ലൈഫിൽ നിങ്ങൾ പാലിക്കേണ്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്. സോ സോഷ്യൽ ലൈഫിൽ നിങ്ങൾ മാക്സിമം കൺസ്ട്രക്റ്റീവായിട്ടുള്ള ആളുകളോട് ബന്ധം പുലർത്തുക. ദെൻ മോട്ടിവേറ്റ് ചെയ്യുന്ന ആളുകളോട് ബന്ധം പുലർത്തുക. സോ നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞതിൻ്റെ കൂട്ടല്ല, ധ്യാനല്ലല്ലോ, വടക്കൻ സെൽഫിക്കകത്ത് പറയുന്നു, കഴിവില്ലാത്തവനോട് കഴിവില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ല കൂട്ടുകാരൻ ചെയ്യേണ്ടുന്നത് അല്ലേ. സോ അതൊരു സത്യമാണ്. ബട്ട് നമ്മൾ എപ്പോഴും നമുക്ക് കഴിവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ആ ഒരു പെർസെൻറ്റേജ് തന്നെ എടുത്ത് നോക്കുക. നിങ്ങളോട് എല്ലാ ദിവസവും നിങ്ങൾ ഒരു ആവറേജ് ഒരു മനുഷ്യനാണ്. ഓക്കെ, വലിയ കഴിവൊന്നുമില്ല. ബട്ട് നിങ്ങളോട് എല്ലാ ദിവസവും പറയുകയാണ്, നിനക്ക് കഴിവൊന്നുമില്ല, നീ അതൊന്നും ചെയ്ത് ശരിയായില്ല. നിങ്ങളെന്താണ് കുറച്ചും കൂടെ ഡൗൺ ആയി, നിങ്ങളുടെ കഴിവ് കുറയത്തേ ഉള്ളൂ. ബട്ട് നിങ്ങളൊരു ആവറേജാണ്. നിങ്ങളുടെ ചുറ്റും അത്യാവശ്യം മോട്ടിവേഷൻ തരുന്ന ആളുകളാണുള്ളത്. സോ നിങ്ങൾ മാസ്റ്റർ ആയില്ലെങ്കിലും നിങ്ങളെന്താണ് ഒരു 20% അല്ലെങ്കിൽ 30% കുറച്ചും കൂടെ നിങ്ങൾ നന്നാകത്തേ ഉള്ളൂ അല്ലേ. സോ നമ്മൾ ഈ പെർസെൻറ്റേജ് നമ്മൾ മനസ്സിൽ വെച്ചേക്കണം. സോ എന്നിട്ട് നമ്മൾ ചിന്തിക്കണം. അല്ലാതെ കഴിവില്ലാത്തവരെ കഴിവില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ കഴിവില്ലാതായി പോവുകയുള്ളൂ. ഓക്കെ, സോ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുക. പിന്നെ സിമിലർ തോട്ട്സ് ഉള്ള ആളുകളെ കണ്ടുപിടിക്കുക, ആ പരിപാടിയൊക്കെ ചെയ്യുക. ഓക്കെ, അന്നേരം നിങ്ങൾക്ക് കുറച്ചും കൂടെ നന്നായിട്ട് നിങ്ങളുടെ തോട്ട്സ് ആൻഡ് സംഭവങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം തന്നെ മെയിൻ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സയൻറ്റിസ്റ്റുകളുടെ മെയിൻ പ്രശ്നങ്ങളിലൊന്നെന്ന് പറയുന്നത് അവർക്ക് സിമിലർ
അവർ മിക്കവാറും ഇൻട്രോവേർട്സ് ആയിരിക്കും അല്ലേ. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് മറ്റുള്ള ആളുകൾക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. ആ സെയിം വൈബ് കിട്ടാത്തത് കൊണ്ടാണ്. സോ നേരം സെയിം സെറ്റ് ഓഫ് ആളുകളുണ്ടെങ്കിൽ യു വിൽ ബി ഗോയിങ് പ്ലേസസ്. സോ അതേസമയം നിങ്ങളതിനകത്ത് നിങ്ങൾ മാത്രമാണ് നിങ്ങൾക്കൊക്കെ പറയുന്ന കാര്യങ്ങളും സാധനങ്ങളൊക്കെ മനസ്സിലാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇവർക്കാർക്കും മനസ്സിലാവുന്നില്ലെങ്കിൽ യു ഓൾസോ വിൽ ബിക്കം ഡിം, നിങ്ങളും ഡിം ആകും. സോ അന്നേരം നിങ്ങളും അവരുടെ ഇതിലേക്ക് ഇറങ്ങിച്ചെല്ലും. ഓക്കെ. സോ അന്നേരം സിമിലർ തോട്ട്സ്. സോ അതിന് ഗ്രൂപ്പ്സ് ഉണ്ട്, ഇവൻറ്റ്സ് ഉണ്ട്, കോളേജസ് ഉണ്ട്. അങ്ങനെ അവിടെ നിന്നൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ച് ബി ഇൻ ദാറ്റ് സർക്കിൾ. ഓക്കെ. സോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. സോ ഇതെല്ലാം നിങ്ങൾ എഴുതിയെടുക്കുകയോ അല്ലെങ്കിൽ മനസ്സിലാക്കുകയോ ചെയ്യുക. സോ എന്നാൽ നിങ്ങൾക്ക് ഒരു കിടു നിങ്ങളായി തന്നെ തീരാവുന്നതായിരിക്കും കേട്ടോ. ഇന്ന് കുറച്ച് മോട്ടിവേഷൻ കൂടിപ്പോയി. സോ എനിവേ, ഗുഡ് ബൈ.